ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ ആൽക്കഹോളിക് സ്ഥിതി ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് മാൻ. അത് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും വെറൈറ്റി കണ്ടന്റ് ആണല്ലോ ഇന്നത്തെ. കണ്ടന്റ് എപ്പോഴും വെറൈറ്റി ആയിരിക്കണം. അതെ, നമ്മൾ സംതിങ് സ്പെഷ്യൽ ആക്കണ്ടേ. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന മധ്യ ലോകത്തേക്കുള്ള കവാടം ഒരിക്കൽ കൂടെ തുറയുകയാണ്. യെസ്, അപ്പോൾ 7ാം നമ്പർ, ദാറ്റ്സ് എ നമ്പർ. ഒരുപാട് വട്ടം എണ്ണാൻ പറ്റുന്നതിലും അപ്പുറം വട്ടം MDA കൊണ്ട് ഈ വാഹനം മധ്യ ലോകത്തേക്ക് പോയിട്ടുള്ളത്. ഒരു ഡ്രങ്കനും ഉണ്ടായിരുന്നു, നമ്മുടെ ആൽക്കഹോളിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ മദ്യവണ്ടി നമ്മളെ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മധ്യ ലോകത്തിലേക്ക്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇവിടെ ഒരു സീക്വൻസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം, ബിക്കോസ് ഇതിന് മുമ്പൊന്നും ഈ ഒരു സീക്വൻസും ആംബിയൻസും ഒന്നും തന്നെ അല്ലായിരുന്നു ഇവിടെ. ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം പഴയ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒന്നും ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ആക്ച്വലി നമ്മുടെ ആൽക്കഹോളിക്കും വാട്ടർമാനുമായിട്ട് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം അല്ലേ. മോളില് ഇവിടെ നമ്മൾ മുകളിൽ താഴത്തെ ഫ്ലോറിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂംസിലൊക്കെ. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഉണ്ടായിരിക്കാം. മറ്റേ ബില്ലിയാർഡ്സ് കളിച്ചത് കൊടുക്കുന്നില്ല ഫസ്റ്റ് വീഡിയോ. ശരിയാ. അതെ, ഇവിടെ ഞാനും ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മള് വരാതിരുന്ന സമയത്തായിരുന്നല്ലോ. അതെ, ടോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ രീതിയിലല്ല, വേറെ ആയിരുന്നു. അതെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഇന്ന സ്ഥലം വേണമെന്നൊന്നുമില്ല. വി മേക്ക് അവർ ഓൺ പ്ലേസ് എവറി ടൈം. ഒരു വാഹനം കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്ക് അതാണ് നമ്മുടെ മധ്യ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കഴിയും. സത്യങ്ങളിൽ ലിക്കേഴ്സിൽ റം ആണോ നല്ലത്, ബ്രാൻഡി ആണോ നല്ലത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസുകൾ, എന്തൊക്കെയാണ് അതിന്റെ ആക്റ്റീവ് പോയിന്റ്സ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വളരെ ബ്രീഫ് ആയിട്ട് നമ്മൾ വളരെ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു ചാപ്റ്റർ കണക്കിന് നമ്മൾ ചെയ്യുന്നില്ല. ബട്ട് ഇൻ എ ബ്രീഫ്, ഇൻ മധ്യപാനി സ്റ്റൈൽ, വി ആർ ഗോണ ഡു ദിസ് വീഡിയോ ഇൻ MD സ്റ്റൈൽ. സോ എല്ലാവരും ഒരിക്കൽ കൂടെ മധ്യപാനി ഡ്രങ്കഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഡ്രങ്കൻ ചെയ്യുന്ന അഭാവമുണ്ട്. ഡ്രങ്കൻ ജി നിലവിലില്ല, എവിടെയോ ഔട്ട് ഓഫ് സർവീസ് ആണെന്ന് തോന്നുന്നു, ചിലപ്പോൾ അടിച്ച് ഓഫായി കിടക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ ആൽക്കഹോളിക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എനിക്കും സന്തോഷം, കാണുന്ന നിങ്ങൾക്കും സന്തോഷം, ഏവർക്കും സന്തോഷം. നമ്മുടെ കമ്പനിക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞു, നമ്മുടെ ടൈറ്റിൽ തന്നെ നിങ്ങൾ കണ്ടു, ബ്രാൻഡി, റം, രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ, ഒരു ഡിഫറൻസ്, ചെറിയൊരു ബ്രീഫ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത്, അതൊക്കെ ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്, ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി വെച്ചിട്ട് എന്റെ മുമ്പിൽ സ്ഥാപിതമായിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡി സെഗ്മെന്റ് ആയ സീസർ ആണ് ഞാൻ ഇന്ന് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ വാട്ടർമാൻ മേടിച്ചിരിക്കുന്നത് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ റം, വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് വേണ്ടി തന്നെ പറയാം, നമ്മുടെ സ്വന്തം ജോളി ചേച്ചി. അതെ, ജോളി റോജർ എന്ന് പറയുന്ന ഒരു കോക്ടെയിൽ മിക്സ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റമ്മിൽ പെടുന്ന ഒരു കാറ്റഗറി ഓഫ് എ റം ആണ് മേടിച്ചിരിക്കുന്നത്, ജോളി റോജർ. അപ്പോൾ ഇത് തമ്മിൽ കഴിച്ചിട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഡിഫറൻസ് പറയാനല്ല ഞങ്ങൾ ചെയ്തത്. ഐ വിൽ ഡു ദ ടോക്കിംഗ് ആൻഡ് ഹി വിൽ ഡു ദ ഡ്രിങ്കിങ്. ആൻഡ് ഞങ്ങൾ പരസ്പരം ഇത് രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് ചുമ്മാ ഒരു രസത്തിന് എല്ലാ കാര്യങ്ങളും ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. സോ മിസ്റ്റർ വാട്ടർമാൻ ആൽക്കഹോളിക്, പണി നടത്തിയാലാ? യെസ്. അപ്പോൾ ജോളി ചേച്ചി വീണ്ടും വന്നിരിക്കുകയാണ്. Okay. So, Mr. Alcoholic, നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ the first cheers of the night is here, and a special cheers to it. Here it goes, guys. ഇത് സിറ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം.
ജസ്റ്റ് ലൈക്ക് ഓൾ ടൈംസ്. അതേ സീസൺ, ഒരു മാറ്റമില്ല. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ലിക്കേഴ്സ് ആണ് അവൈലബിൾ. റം, ബ്രാൻഡി, വിസ്കി, ടെക്കീല, ജിൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ബ്രാൻഡ്സ് ഓഫ് ലിക്കേഴ്സ് ഉണ്ട്. അതെ, പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്രാൻഡിയും റമ്മും തമ്മിലുള്ള സുപ്പീരിയോറിറ്റി മാത്രമല്ല, രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം ഈ റമ്മും ബ്രാൻഡിയും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് റമ്മ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി ഷുഗർ കെയിൻ, നമ്മുടെ നാടൻ കരിമ്പ്, അതിൽ നിന്നാണ് റമ്മ് ഉൽപാദനം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ടുള്ള മൊളാസസിൽ നിന്ന്. ഇതാണ് ഏറ്റവും മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ബ്രാൻഡി എന്ന് പറയുമ്പോൾ ബ്രാൻഡി വൈൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് നെയിം ആയിരിക്കും അവർ, പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം ഒന്നും ചെയ്തിട്ടില്ല. ബ്രാൻഡി വൈൻ എന്നാണ് ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് പറയപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയാം, ബ്രാൻഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രേപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് അത്ര വലിയൊരു അറിയപ്പെടുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും വെള്ളമടിക്കുന്ന എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം. കാരണം അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നോർമൽ നമ്മുടെ ഗ്രേപ്പ്, മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ സാധാരണ മുന്തിരി. അതിന്റെ ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രേപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടൻ ഗ്രേപ്പ് ഒന്നും ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ നാടൻ കേരളത്തിലുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ നല്ല ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷേ ഗ്രേപ്പ് ആണല്ലോ. പക്ഷെ പലതരത്തിലുള്ള ഗ്രേപ്സ് യൂസ് ചെയ്ത് പലതരത്തിലുള്ള ബ്രാൻഡി വേർഷൻസ് നമുക്കറിയാം. ഈവൻ നമ്മുടെ കോണിയൻ, അതിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ ഉടനെ തന്നെ ബ്രാൻഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നത് വെച്ചാൽ ഫൈൻ ഡിസ്റ്റിൽ ചെയ്താണ് ബ്രാൻഡി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അത് ബ്രാൻഡി മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഫെർമെന്റഡ് ഗ്രേപ്സ് ഫെർമെന്റ് ചെയ്താണ് മെയിൻലി ബ്രാൻഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകമെമ്പാടും ചെയ്യുന്ന പ്രോസസ്, അതായത് ഫെർമെന്റിങ് ഓഫ് ഗ്രേപ്സ് ആണ് നമ്മൾ ബ്രാൻഡി പ്രൊഡക്ഷനിൽ ചെയ്യുന്ന കാര്യം. ജോളി ചേച്ചി എങ്ങനെയുണ്ട്? സോഡ വെച്ച് അടിക്കുന്നുണ്ട്, അതിന്റെ കറക്റ്റ് ഫ്ലേവർ അതെ നമുക്ക് അറിയാൻ പറ്റുന്നത്. വെള്ളമായിരുന്നു അറിയാൻ പറ്റും. വെള്ളമായിരുന്നു പിന്നെ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരല്ലേ. അതെ, സൂട ആയതുകൊണ്ട് ആ സൂടയുടെ ഗ്യാസും ഇതിന്റെ ആ ചെറിയൊരു ഒഴിച്ചുകൊണ്ട് അതിന്റെ ഒരു കറക്റ്റ് ചെയ്തില്ല. വെള്ളമായിരുന്നെങ്കിൽ നമുക്ക് റമ്മിന്റെ പവർ നല്ല, അതെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. വേറെ പ്രത്യേകിച്ചുള്ള ഇതില്ലാതെ നമുക്ക് ആ കുത്തലില്ലാതെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ടേസ്റ്റ് തന്നെ. ഡയറക്റ്റ് ആ റമ്മ് നമ്മൾ അങ്ങോട്ട് ഇറക്കി നടക്കാനിരിക്കും. തീർച്ചയായും മിക്സിങ് സൂട ആയതുകൊണ്ട് ആ ഗ്യാസിന്റെ ഒക്കെ ഒരു ഇരിപ്പും. അതെ, എന്നാലും റമ്മടിക്കുന്ന മൂടൊന്നും വേറെ ആണല്ലോ. സത്യമാണ്. 37 to 80% ആണ് റമ്മിന്റെ ആൽക്കഹോൾ കണ്ടന്റ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടും ആൽക്കഹോൾ ആണെങ്കിൽ പോലും രണ്ടിനും ആൽക്കഹോൾ കണ്ടന്റ് റേഷ്യോ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. കാരണം ഒന്ന് ബ്രാൻഡി ആൻഡ് ദ അതർ വൺ ഈസ് റമ്മിന്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുമ്പോൾ it's between 37 and 80%. It's highly huge actually compared to other liquors. Rumന്റെ proportion, I mean ABV എന്ന് പറയുന്നത് is actually pretty high. ഞാൻ കഴിക്കുന്ന സീസർ ബ്രാൻഡി പോലുള്ള ബ്രാൻഡികളുടെ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് ബിറ്റ്വീൻ 30 to 60% ABV. അതെ, 30 തൊട്ട് 60% വരെയാണ് ബ്രാൻഡികളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ കണ്ടന്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കമ്പാരിസൺ ബിറ്റ്വീൻ റം കമ്പയർ ചെയ്യുമ്പോൾ ബ്രാൻഡി ഈസ് ആക്ച്വലി പ്രെറ്റി ലിറ്റിൽ സ്മോൾ. വളരെ ചെറിയ തോതിൽ ആൽക്കഹോൾ കണ്ടന്റ് കുറവാണ്. പക്ഷേ ഈ ഒരു ആൽക്കഹോൾ കണ്ടന്റ് റേഷ്യോ ഒന്നും അല്ല ഇതിന്റെ ഇൻടോക്സിക്കേഷൻ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബ്ലൂസിനെ ഡിപ്പെൻഡ് എഫക്ട് ചെയ്യുന്നത് ആക്ച്വലി. കാരണം അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ബോഡി ആ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ ആ ഒരു രീതി, അതായത് എത്രത്തോളം നിങ്ങൾ ടയർഡാണ്, നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ള മദ്യം കഴിക്കുന്നു, ഇതിനെല്ലാം ആശ്രയിച്ചാണ് നിങ്ങൾക്കുണ്ട് ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ടാവുന്ന ആ ഒരു ബൂസ് കിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തും കൂടെ കൊണ്ടാണ്. ഇതതിന്റെ ബേസിക് ആയിട്ടുള്ള ആൽക്കഹോൾ റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത്. കമ്പനിക്കാരന്റെ സൈഡ് ഡിഷ് എത്തിക്കഴിഞ്ഞു. മാരിനേറ്റഡ് ചിക്കൻ സാലഡ് അല്ല, എനിക്ക് പണ്ടും ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. മാരിനേറ്റഡ് സീ ഫുഡ് സാലഡ് ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, സീ ഫുഡും ഉണ്ട്, വിച്ച് മീൻസ് പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ നോർമൽ ഫിഷുകളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി പ്രെറ്റി ഗുഡ്. നമുക്ക് സീ ഫുഡും ആസ്വദിക്കാം, അതുപോലെ ചിക്കന്റെ
തൻ്റെതായിട്ടുള്ള ടേസ്റ്റും ആസ്വദിക്കാം. പിന്നെ ഈ വെജീസുമായിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലും കൂടെ കിട്ടും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത റൗണ്ട് മൈക്കോട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ആൽക്കഹോളിക് ഇതങ്ങ് ഫിനിഷ് ചെയ്യണമെന്ന് ഭയങ്കര വാശി. സോ ലെറ്റ്സ് ഡു ദിസ് മാൻ. അതാണ് ആൽക്കഹോളിക് സ്പിരിറ്റ്. But alcohol consumption is always injurious to your health. ഇത് കുടിച്ചെന്ന് പറഞ്ഞ ഒരു നേട്ടവും കിട്ടത്തില്ല, നിങ്ങളുടെ ഉള്ള ആരോഗ്യം നശിക്കത്തേ ഉള്ളൂ. സോ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. ഓൾവേസ് കിൽസ് യു. എപ്പോഴും മദ്യപാനം നിങ്ങൾക്ക് ദോഷം മാത്രമേ സമ്പാദിക്കത്തുള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ആൽക്കഹോൾ എന്ന സാധനം വിപത്താണ്. എന്തുകൊണ്ട് സർക്കാർ ഇത് ഉത്പാദിപ്പിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ ഒരു തത്വം എപ്പോഴും ഓർമ്മയിൽ വേണം. സോ മിസ്റ്റർ വാട്ടർമാൻ, ഇനി നമ്മുടെ സീ ഫുഡിനെ ഒന്ന് പിടിച്ചു നോക്കിയാലോ? നമുക്ക് ടച്ചിലെ എന്ത് പരിപാടി? അതെ, മെയിൻ ഐറ്റം തന്നെ ടച്ചല്ല. അത്യാവശ്യം നമ്മുടെ ഫേവറേറ്റ് ടീം തന്നെ തുടങ്ങും. ഏതാ? സ്ക്വിഡാ? കണവ? കൂന്തൽ. കണവ ഇത് എല്ലാം ഒന്നും തന്നെയല്ലേ? കൂന്തൽ സെയിം ആണ്. വീട്ടിൽ തന്നെ തുടങ്ങാം. ഇങ്ങനെ രണ്ട് മോനെ, ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി, അല്ലേ? നല്ല സ്പൈസി ആയിട്ടുള്ള സാധനം. ഫ്ലവർ കട്ട്. ഓക്കെ, അടുത്ത റൗണ്ട് മയക്കുവെടി പോരട്ടെ. അതൊരു വെറൈറ്റി ആയി പിടിച്ചത് നിറച്ചേക്ക് അല്ലേ? നല്ല ഇത്ര ഐസ് ഇട്ടാ പിന്നെ ട്രൈ അടിക്കാവുള്ളൂ. ഐസ് ഇല്ലെന്നേ, ഒരു പേര് മാത്രമല്ലേ ഉള്ളു. അതിനകത്ത് എങ്ങനെ കിട്ടും? Perfect. That's waterman style, അല്ലേ? അവനവിടെ നിന്നൊന്ന് കുതിരട്ടായിട്ടൊന്ന് ഇടം ചേർന്ന് അങ്ങോട്ട് സെറ്റ് ആവട്ടെ. അതെ, നമുക്ക് ഔത്തില് വെള്ളം ഒഴിക്കാം. വെള്ളം സോഡ ഒഴിക്കാം. യാ. ഏത് ബ്രാൻഡും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം, അങ്ങനെയാണ് എന്നുള്ളൊരു തിയറിയാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് ഏത് ബ്രാൻഡ് വേണം നമുക്ക് എപ്പോഴും കഴിക്കാം. ഇറ്റ്സ് അപ്പോൺ അവർ ഡിസിഷൻ. സത്യമാണത്, നമുക്ക് ഏത് ബ്രാൻഡും എപ്പോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ സയന്റിഫിക്കലി ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഓരോ ബ്രാൻഡും എൻജോയ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, നമ്മളതൊന്നും പാലിക്കാറില്ല. പക്ഷേ ദ റിയൽ തിങ് ഈസ്, റം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒക്കേഷണൽ ഡ്രിങ്ക് എന്നാണ്. അത് നമുക്ക് ഇപ്പൊ ഒരു പാർട്ടി, ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഗ്യാതറിംഗ്, അതിനിടയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ റം എടുത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നൈസായിട്ട് അങ്ങ് പോകും. റം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ് റം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ബ്രാൻഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പോസ്റ്റ് ഡിന്നർ സാധനമാണ്. അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും ഒരു നൈസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ബ്രാൻഡി കഴിക്കുന്നത്. നമ്മുടെ പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെയൊക്കെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഒരു ഓണം എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബ്രാൻഡി പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡിയുടെ സ്പെഷ്യാലിറ്റി അതാണ്. നമ്മളിപ്പോൾ ഒരു ഹെവി ആയിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് എന്തോ ആയിക്കോട്ടെ, ഒരു ഡിന്നർ, രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ബ്രാൻഡി ഒന്ന് പിടപ്പിച്ചു കഴിഞ്ഞാൽ നൈസ് വൈബില് റിലാക്സ്ഡ് ആയിട്ട് ഒരു സൂത്തറിങ് സാധനമാണ് ബ്രാൻഡി എന്ന് പറയുന്നത്. നമുക്ക് നൈസ് ആയിട്ട് ഇങ്ങനെതാ ഇതുപോലെ അങ്ങ് പിടച്ചിട്ടുണ്ടോ, നൈസ് ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ ഈ ബ്രാൻഡി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ, നമുക്ക് ചിലർക്കൊക്കെ ഉറക്കമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത് വേറെ കാരണങ്ങൾ കൊണ്ടൊന്നുമില്ല, ചിലർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ, ഉറക്കം വരത്തില്ല. ഒരുപാട് കിടന്നതിന് ശേഷം ചിലപ്പോൾ ഉറക്കമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ല, ഇറ്റ്സ് ഓൺലി റെഫറൻസ്. അങ്ങനെയുള്ളവരൊക്കെ ചെറിയ തോതിൽ ഇങ്ങനെ ബ്രാൻഡിಗೆ പിടപ്പിച്ചിട്ട് കിടന്നാൽ നിസ്സാരമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്.
ഇപ്പൊ ബ്രാൻഡി എന്ന് വേണമെന്നില്ല, ഏത് സാധനം അടിച്ചാലും കുറെ കഴിയുമ്പോൾ ഉറക്കം വരും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പ്രോൺസിന് ചെമ്മീനുണ്ട്, സ്ക്വിഡിന് കണവയ്ക്ക് കണവയുണ്ട്, ഐ മീൻ കൂമ്പല്, പിന്നെ ഒരു ഫിഷും കൂടെ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഫിഷ് ആയിക്കോട്ടെ. സോ ഓൾ ഇൻ എ പാക്ക് നമ്മൾ രണ്ട് ചെയ്യുന്നുണ്ടുള്ള ഏജിങ് പ്രോസസ്സാണ്. ഏജിങ് പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ രണ്ടും ഒരേപോലെ തന്നെ ഓഫ് ബാരൽസിനാണ് ഏജ് ചെയ്യുന്നത്, ഫെർമെന്റ് ചെയ്യാൻ. റമ്മിനാണ് കൂടുതൽ ഗ്രേഡ് ഉള്ളത്. ഈ ഏജിങ് പ്രോസസ്സിൽ റമ്മിനാണ് ബ്രാൻഡിയേക്കാളും കുറച്ചുകൂടെ ഗ്രേഡുകൾ കൂടുതലുള്ളത്. ക്വാളിറ്റിയുടെ കണക്കിലാണ് അതിന്റെ ഏജിങ് പ്രോസസ് നിശ്ചയിക്കുന്നത്. പക്ഷേ ബ്രാൻഡിയുടെ കാര്യത്തിൽ അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ബേസിക്സ്, അതായത് ഗ്രേഡ്സ് കൂടുതൽ ബ്രാൻഡിക്ക് ഉണ്ട്. ഞാൻ നേരത്തെ റമ്മിനാണ് കൂടുതൽ പറഞ്ഞെങ്കിൽ പോലും ഇതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ബ്രാൻഡിയുടെ കേസിലാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി നമ്മൾ ബ്രാൻഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുമ്പോൾ VS വെരി സ്പെഷ്യൽ. പിന്നെ അടുത്തത് പറഞ്ഞാൽ VSOP നമ്മൾ പറയും, വെരി സുപ്പീരിയർ ഔട്ട് പെയിൽ എന്നാണ് VSOPയുടെ അർത്ഥം. നമ്മൾ പലരും ബ്രാൻഡി കഴിക്കുമ്പോൾ ബ്രാൻഡിയുടെ ബോർഡിൽ കാണാറുണ്ട് VSOP ബ്രാൻഡി, VSOP ബ്രാൻഡി. നമ്മൾ അത് എന്താണ് പലരും ചിന്തിക്കുന്നുണ്ടാകത്ത പോലും ഇല്ല. ഈവൻ ഞാൻ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഒരു കാലഘട്ടം വരെ. ബട്ട് അതെല്ലാം ഒരു സയൻസ് ആണ്. ദ റിയൽ തിങ് ബിഹൈൻഡ് ദ മാനുഫാക്ചറിങ് ഓഫ് ദ ബ്രാൻഡ് ഓഫ് ബ്രാൻഡി, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചുമ്മാ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രാൻഡി മേടിക്കുന്ന പേര് കേട്ടാണ് നമ്മൾ പലപ്പോഴും ബ്രാൻഡ് ഏത് ലിക്കറായാലും മേടിക്കുന്നത്. പക്ഷേ ഓരോന്നിനും ഓരോ റെക്കോർഡിക്കൽ താരങ്ങളുണ്ട്. ഇപ്പോൾ VS ഉണ്ട്, VSOP ഞാൻ പറഞ്ഞു. ഞാനും നമ്മുടെ ക്യാമറയ്ക്ക് പിന്നീടുള്ള ആൽക്കഹോളിക്കും കൂടെ ഒരു സാധനം മേടിച്ചു, സ്യൂസ് എന്ന് പറയും. സ്യൂസ് എക്സോ ബ്രാൻഡി. എക്സോ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ എക്സ്ട്രാ ഓൾഡ്. ബ്രാൻഡിയുടെ എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞെങ്കിൽ. എക്സോ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഓൾഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞിപ്പോ ഹോൾസ് ദി ഏജ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് ഏജ്. എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഓൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. റമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റമ്മിന് 7 ഗ്രേഡ്സ് ആണ് പറയുന്നത്. നമ്മൾ 1ാം സ്റ്റാൻഡേർഡ് 2ാം സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ റമ്മിന് 7 ഗ്രേഡ് ആണ്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ബ്രാൻഡി ഒന്ന് കടക്കണം. അപ്പോ റമ്മിന്റെ ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയം, നമ്മുടെ ബിയറിനകത്ത് കാണുന്ന അതേ സീക്വൻസ് പ്രീമിയം ലെവലാണ് അതിന്റെ എൻട്രി ലെവൽ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഫ്ലേവർ റമ്മുകളുണ്ട്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഫ്ലേവർ റമ്മിനെ കുറിച്ചുള്ള വ്യത്യാസം. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. The next phase is gold. ഗോൾഡ് നമ്മൾ ബക്കാഡി ഗോൾഡ് ഞാൻ റീസെന്റ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, but very soon I'll be doing the same. And the next one is light. അതെന്താണ് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയുന്നില്ല, ഞാൻ റെഫറൻസ് വെച്ച് മാത്രം പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞാൽ സ്പൈസ്ഡ് റമ്മുണ്ട്, നല്ല എരിവും പുളിയുള്ള റമ്മ്. അതും നമ്മുടെ ചുങ്കം ബിവറയിൽ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ട്രൈ ചെയ്യാൻ അവസരം കിട്ടില്ല. സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. കാരണം നമ്മളറിയാം ആലപ്പുഴയിൽ എന്ത് സാധനം വന്നാലും പുതിയ സാധനം വന്നാൽ ഉടനെ തന്നെ റാഞ്ചി കൊണ്ടങ്ങ് പോകും. സുരേഷ് ഗോപി സാറ് പറയുന്നത് അത് ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ കുടിയന്മാരതങ്ങ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അതിനുശേഷം സാധനം വന്നിട്ടില്ല. 2 ഗ്രേഡിലൂടെയാണുള്ളത്. ഓവർ പ്രൂഫ്, അതെ, അതായത് നമ്മളിപ്പോ പ്രൂഫ് 70-80% പ്രൂഫ് എന്നൊക്കെ നമ്മൾ പല ബ്രാൻഡിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓവർ പ്രൂഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ആൽക്കഹോൾ കണ്ടന്റ് വിൽ ബി മച്ച് ഹൈ. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ലിക്കേഴ്സ് ഏതൊക്കെയാണ് ഇൻ ദ എൻറ്റയർ വേൾഡ്. അപ്പോൾ അതിന്റെ പ്രൂഫിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ തിങ് ആക്ച്വലി. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ഗ്രേഡ് ഓഫ് റം ഈസ് ആക്ച്വലി ഡാർക്ക് റംസ്. നമ്മുടെ ബക്കാഡി ഡാർക്ക് വരും, ബക്കാഡി ബ്ലാക്ക് ഉണ്ട്, അതുപോലുള്ള ഡാർക്ക് റമ്മുകളുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഇൻടോക്സിക്കേഷൻ അറ്റ് ദ മാക്സിമം ലെവൽ. അതാണ് റമ്മിന്റെ ഗ്രേഡ്സ് എന്ന് പറയുന്നത്. റം എന്ന് പറയുന്നത് 17th സെഞ്ചുറിയിലാണ്, മനസ്സിലായോ? 17ാം നൂറ്റാണ്ടിലാണ് റമ്മ്, അതായത് കരീബിയനിലാണ് റമ്മിന്റെ ഒറിജിൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബ്രാൻഡി 16th സെഞ്ചുറിയാണ്, അതുക്ക് മേലെ. അതെ, ഗ്രീസിലും റോമിലൊക്കെയാണ് ബ്രാൻഡിയുടെ ഒറിജിൻ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡിയുടെ തന്നെ അട്ടിപ്പൻ സ്വയംബൻ സാധനങ്ങളൊക്കെ ഉണ്ട്.
കോണിയാക്. അതുപോലെ തന്നെ കോണിയാക്കിന്റെ തന്നെ ഒരു അനുജനം കൂടെ ഉണ്ട്. അതിന്റെ പേര് ഞാൻ ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും കോണിയാക് അതുപോലെ തന്നെ ഏകദേശം ഒരു കോണിയാക്കിന്റെ പോലെ തന്നെ ഒരു പേര് രൂപസാദൃശ്യമുള്ള മറ്റൊരു സാധനവും കൂടാണ്. ഏറ്റവും വേൾഡ് റിനൗണ്ട് ആയിട്ടും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രാൻഡിയിലെ സാധനം എന്ന് പറയും. കോണിയാക്കിന്റെ ടേസ്റ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട്. ഏതാ 16th century anti cognac. I'm going to do this guy. മിസ്റ്റർ വാട്ടർമാൻ, താങ്കളുടെ റമ്മ് മെൽറ്റായി ജോളി ചേച്ചിയൊക്കെ ഐസുമായിട്ട് മെൽറ്റായി ഒരുമിച്ചിരിക്കുകയാണ്. എടുത്ത് പിടക്കണ്ടേ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം ഞാൻ അതെ ഒരു കോംബോ മിക്സ് ചെയ്ത് വെച്ചേക്കാം. അതെ. അല്ല, റമ്മിന് മാത്രമേ നമ്മുടെ ലിക്കറിൽ മാത്രമേ കോക്ടെയിൽ പാടുള്ളൂ ആരാ പറഞ്ഞല്ലേ? ആര് പറഞ്ഞു? നമുക്ക് അതിന്റെ കൂടെ ഒരു മുളകും കൂടെ നേടാ. മുളക് കൊണ്ടടാ, നേടാ അതിന്റെ കീഴിരിക്കുന്ന മുളകാടാ. ആ മുളകും കൂടെ പിഞ്ച് ചെയ്ത് വെക്കടാ. അത് ഇച്ചിരി ഹെവി ആയിട്ടാ. ആണോ? എന്നാ വേണ്ട, അങ്ങനെ തന്നെ പടച്ചനായിട്ടാവും. ആ, അത് ഓക്കെയാടാ, അത് ബെസ്റ്റ് ആണ്. കൈ വിറയ്ക്കുന്ന. ആഹാ, അവൻ ജമ്പറാട്ടോ. അത് തന്നെ എടുത്തു. അത് ക്യാപ്സിക്കോടാ. അല്ല, അതിന്റെ ഫ്രണ്ട് കിടക്കുന്നു. ഇത് മതി, ഇത് മതി. അകത്ത് വെച്ചോ, താഴ്ത്തിട്ടോ. ഓക്കെ, ഇതെങ്ങനെ അടിച്ചിട്ടാണ് കഴിക്കുന്നത്? ആ, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണല്ലേ? പിന്നെ അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പഴേ സെറ്റ് ചെയ്തല്ലേ. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് ഡ്യൂട്ട്. അപ്പം നമ്മുടെ എല്ലാം മെൽറ്റ് ആയി കേട്ടാ. മെൽറ്റ് ആയി എല്ലാം ഒരു പ്രത്യേക പരുവത്തിലടിക്കുക. പടച്ച മോനെ. ആ, എന്താവുന്നു അടിച്ചിട്ട് പോകാം. യെസ്, ഡു ദിസ്. ഇങ്ങനെ നീ ആ സാധനങ്ങൾ പടച്ചവനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റം. ഒന്നും പറയണ്ട, എല്ലാം മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാം. അടിച്ച കട്ടി, അതായത് ഇത് അടിച്ചതിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ടച്ച് ആകുന്നതിനും ഭാഗ്യത്തിന് അതങ്ങ് ഒഴിവാക്കി. അത് ശരി. ആരാണ് സുപ്പീരിയർ എന്നൊക്കെ നമുക്ക് അറിയേണ്ട സമയം ആഗതമായി കഴിഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എംഡിനോട് പറഞ്ഞു. സോ ദിസ് ഈസ് ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. അതെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടൊരു ബ്രാൻഡി അടിക്കുകയാണെങ്കിൽ നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾ സുഖ നിദ്രയിലേക്ക് നിങ്ങൾ പോകും. എന്നാൽ മറിച്ച് നിങ്ങൾ ഇത്തിരി പവർഫുൾ ആയിട്ട് ഉള്ള സാധനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ റം. ഏത് ക്ലാസ് ഓഫ് റം ആയാലും ഇറ്റ് വുഡ് ബി മച്ച് മച്ച് സുപ്പീരിയർ ടു എവറി ബ്രാൻഡി ക്ലാസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. നിങ്ങൾ എല്ലാത്തിലും എക്സെപ്ഷണൽ കേസുകളുണ്ട്. ഓരോന്നും നിങ്ങളുടെ ശരീരത്തിനെ ആശ്രയിച്ച് മാത്രമാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് കിക്കാവുന്ന ഘട്ടം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ ആശ്രയിച്ച് മാത്രമാണ് എപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങൾ എക്സസൈസ് ആയിട്ട് ടയർഡ് ആണെങ്കിൽ ഏത് സാധനം, ഈവൻ ബിയർ അടിച്ചാൽ പോലും നിങ്ങൾ പെട്ടെന്ന് കിക്കാവും. ഞാൻ എന്റെ ലീഡിംഗ് പ്രൂഫാണ്, നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട് പലപ്പോഴും. So that's the thing and that's the conclusion of this video. ഏത് സാധനമായാലും അതിൻ്റെതായ മാന്യതയെ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. സോ ഗായ്സ്, എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ വാട്ടർമാൻ കൺക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. Come on man, do this. ഒരു കോക്ടെയിൽ ഉണ്ടാക്കുന്നില്ല, സീ ഫുഡ് കോക്ടെയിൽ എടുത്ത് വെച്ചേക്കല്ലേ, മാറ്റി വെച്ചേക്ക്. Finally, last cheers. Yeah. എല്ലാ ഐറ്റവും ഉണ്ട്. അതെ, എല്ലാരും ഉണ്ടായിരുന്നത്. പൊളിച്ച്. This video of MD, I mean മദ്യപാനി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബോധ്യപ്പെടുന്ന കരുതുന്നു. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് ഓൾ ഡിപെൻഡന്റ് അപ്പോൺ ഗൂഗിൾ റെഫറൻസ്. ഇതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, വ്യതിയാനങ്ങൾ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് നോട്ട് മൈ തിയറി. ഇതെല്ലാം ഗൂഗിളിൽ നിന്നുള്ള റെഫറൻസും മാത്രമാണ്. സോ ആ ഒരു സ്റ്റാർ സാധനം ഇല്ല, ഇതൊന്നും ആയിരിക്കത്തില്ല ഇൻ ദ റിയാലിറ്റി.
പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഗൂഗിൾ പറയാത്തതായിട്ടുള്ള കാര്യം വളരെ പരമാർത്ഥമാണ്. എല്ലാ കിക്കും ഏത് ബ്രാൻഡ് കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയെ ആശ്രയിച്ചായിരിക്കും എല്ലാത്തിന്റെയും ആഫ്റ്റർ മാത്ത് ഉണ്ടാവുക. സോ വീഡിയോ എല്ലാവരും ആ രീതിയിൽ ഉൾക്കൊള്ളുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി MD and Drunken and Mr. Waterman will be joining you very shortly. നമ്മുടെ ബ്ലൂ ലേബിൾ വരാൻ തൊട്ടടുത്തുണ്ട് നമ്മുടെ ബ്ലൂ ലേബിൾ വീഡിയോ. അതിനു മുമ്പ് ഒരു സർപ്രൈസ് വീഡിയോ ഈസ് യെറ്റ് ടു കം. Stay tuned for that and see you in the next video. എല്ലാവർക്കും good night and cheers y'all. See you in the next video.